ഇരിഞ്ഞാലക്കുടയിലെ കല്ലേറ്റിൻകരയിലാണ്. ഇവിടെ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള 2 ചേച്ചിമാരുണ്ട്. അവര് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര ക്രേസ് ആണ് അവർക്ക്. അപ്പോൾ അവർ കുറേ കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സുകളുടെ തന്നെ വിവിധ തരത്തിലുള്ള കൃഷികൾ വളരെ ആരോഗ്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 പേരാണ്. അപ്പം അവരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? വായോ. ഇതാണ് സന്ധി ചേച്ചി, ഇത് പ്രിൻസി ചേച്ചി. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. നമുക്ക് ഒന്ന് കൃഷിയൊക്കെ ഒന്ന് നിങ്ങളുടെ ക്രൈസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അല്ലെ? ഇത് പുലാസൻ. ഇത് മറ്റേ റംബുട്ടാന്റെ ഒക്കെ വർഗത്തിൽ പെട്ടതാണ്. ഇത് സീഡ്ലെസ് ലെമൺ, നമ്മൾ നാരങ്ങ പിഴിഞ്ഞു കുടിക്കുന്ന ലെമൺ ആണ്. ഉള്ളില് കുരു ഉണ്ടാവില്ല ഇതിന്റെ. ഇത് ഓറഞ്ചാണ്. ഇത് എല്ലാ സീസണിലും ഉണ്ടാവുന്ന ഒരു തരം ഓറഞ്ചാണ്. നാരില്ലാത്ത അമ്പഴങ്ങ. നാരുണ്ടാവില്ല ഇതിന്റെ ഉള്ളില്. ഇത് സീഡ് ഫ്രീ ജാക്കാണ്. ഈ പുറമേ ഉള്ള സാധനം മാത്രം കളഞ്ഞാൽ മതി. പൈനാപ്പിള് ചെത്തണ പോലെ നമ്മൾ ചെത്തുക, എന്നിട്ട് കഴിക്കുക. ഭയങ്കര ടേസ്റ്റാണ്. 33 ഭയങ്കര നല്ല വലിപ്പം വെക്കണ ഒരു ചക്കയാണ്. ഭയങ്കര ടേസ്റ്റി ചക്കയാണ്. ഇത് റെഡ് ലേഡി പപ്പായ. റെഡ് ലേഡി ഇത് റെഡ് ലേഡിയാണ്. കുറച്ചുകൂടി വലിപ്പം വെക്കൂട്ടോ. അത് നല്ല മധുരാണ്. അതിന് കഴിച്ചു നോക്കട്ടെ. പുളിയില്ലാത്ത ലൂബിക്ക. പാകിസ്ഥാനി മൾബറി ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര മധുരാണ് ഇതിന്. ഇത് സെഡാർബേ ചെറി. ഒരു ഭംഗിക്ക് വെക്കാൻ കൊള്ളാം, പക്ഷെ അത്ര ടേസ്റ്റി ഒന്നും അല്ല. മധുരം പോയാ ഉള്ളേ. ഇത് ചാമ്പ വെറൈറ്റിയിലാണ്. പക്ഷെ പലരും പല പേരുകൾ പറയണ കാരണം ഇതിന്റെ പേരെന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ. ആപ്പിൾ ചാമ്പ എന്ന് പറഞ്ഞിട്ടാണ് അവര് തന്നെ. മരമുന്തിരി എന്ന് പറയും. അത് പൊട്ടിച്ചോ. അതിന് അത്ര ആയിട്ടില്ല, പക്ഷെ ഇതെല്ലാ സീസണിലും ഉണ്ടാവും. ഇതെന്താ? ഇത് ബെറാബ. യെല്ലോ കളർ. പൊളിച്ച് കഴിച്ചു നോക്ക്. അതിന്റെ ടേസ്റ്റ് നോക്ക്. കഴിക്കാനൊന്നുമില്ല. ഇത് കാലാപ്പാടി വെച്ചിട്ട് 2ാമത്തെ വർഷം തൊട്ട് മാങ്ങ ഉണ്ടായി തുടങ്ങി. നല്ല മാങ്ങയാണ്, നല്ല ടേസ്റ്റുള്ള നല്ല മാങ്ങയാണ്. നല്ല കളറും ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ മാങ്ങയാണ്. റൊളിനിയ പഴുത്തതാണ്. ഇതാ ചിലർക്ക് ആത്തച്ചക്കയേക്കാളും ഇഷ്ടമാവും, ചിലർക്ക് ആത്തച്ചക്കയായിരിക്കും ഇഷ്ടം. എല്ലാവരും ഫ്രൂട്ട്സുകളിലൊരേ ചെടികൾ വയ്ക്കുക. ഇപ്പോൾ അബിയു ആയാലും നമുക്ക് വലിയ ശുശ്രൂഷ വേണം. എന്നാലും ഒരു വീട്ടിലൊരു അബിയു ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ഫ്രൂട്ട്സ് കിട്ടും. അപ്പോൾ ആ ഫ്രൂട്ട്സുകൾ ഉണ്ടാവുന്ന സമയമാണെങ്കിൽ നമുക്ക് രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ കടയ്ക്കൊക്കെ പോയിട്ട് ഓരോന്ന് പൊടിച്ച് കഴിക്കണമെങ്കിൽ ഭയങ്കര ഒരു, അതായത് മായൊന്നും ചേർക്കാത്ത ഒറിജിനൽ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇത് ഫോളോ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വളരെ സന്തോഷമായി. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇത് അനുകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി എൻ്റെ സാപ്രോ ഫിറ്റ്നസ് എന്ന പേജ് എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ.